ചരച്ചൊതി ചരച്ചൊതി ചരച്ചൊതി. ദിവസം 100 പ്രാവശ്യം കിടന്ന് വിളിക്കും. ഞാൻ എന്താ പൊട്ടിയാണോ? നിന്നെ സരസ്വതി എന്ന് വിളിക്കുന്ന എന്നെ വേണം തല്ലാൻ. നിന്റെ സ്വഭാവം അനുസരിച്ച് വല്ല ഭദ്രകാളി എന്നോ മറ്റോ വേണം വിളിക്കാൻ. ഒന്നേ വിളിക്കത്തുള്ളൂ, പിന്നെ വിളിക്കില്ല. ഞാൻ നിന്റെ പേരല്ലേടി വിളിച്ചത്? വിളിച്ചോ, പക്ഷെ ഇത്ര കീറണ്ടെന്നാ പറഞ്ഞത്. അയലത്തെ വീട്ടില് പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും സരസ്വതി എന്നാ. കാണാൻ എങ്ങനെയാ? ഞാൻ കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ സരസ്വതി കാപ്പി എടുക്കുന്നു പറയും, അവിടെ കാപ്പി എടുക്കും. സരസ്വതി ചോറ് വിളമ്പെന്ന് പറയും, അവിടെ ചോറ് വിളമ്പും. അതുപോട്ട് വേറെ വല്ല അബദ്ധമാണ് വിളിച്ചു പറയുന്നെന്ന് വെച്ചാ? ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ തലയ്ക്കകത്ത് എന്താണ്, ചെളിയാണോ? അല്ല, ഈ കുന്തോട്ടുണ്ട് അകത്ത് കയറുന്ന ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ? പാപ്പാസൊക്കെ ഊരി വെളിയിൽ വെച്ചിട്ട് കുളിച്ചിട്ട് അകത്ത് കയറി വന്നാ മതി, മനസ്സിലായോ? ഒരു ഡിസിപ്ലിൻ ഉള്ളത് നല്ലതാ. പൈപ്പില് വെള്ളമില്ല, കിണറ്റിന്ന് ഒരിക്കോ. പൈപ്പില് വെള്ളമില്ല, പക്ഷെ 1-ാം തീയതി ആകുമ്പോ ബില്ലിങ് വരും. അയ്യോ, എവിടെ പോയിട്ട് വരുവാ രാവിലെ? ഓടാൻ. പറ്റിയെ പോലെ ഇങ്ങനെ ഓടാതെ രാവിലെ 10 ബസ്കേട് ദേഹം ഇതുപോലെ ഉരുണ്ടു വരും. നീരായിരിക്കും ഉരുണ്ടു വരുന്നത്. പൈപ്പ് വെള്ളം നിന്നുപോയി, ഇനി കോരണ്ട. ഇതും കൂടെ കൊണ്ട് ഞാൻ കുളിച്ചോളാം. ഞാനാണ് ഇവിടുത്തെ ബാല്യക്കാരൻ. ഇനി കോരിത്തരാമെന്നോ? വേണ്ട വേണ്ട, തലയിൽ ഒഴിക്കാൻ ഇത് മതി. താമസിക്കാതെ ആരെങ്കിലും തന്നെ കുളിപ്പിച്ച് കിടത്തും. ഞാൻ ഇപ്പൊ ഇറങ്ങാം. ഇവിടെ കുളിച്ചു സഹായിക്കണ്ട, ഞാൻ ഇവിടെ കുളിച്ചോളാം. ഓ, കീരയ്ക്ക് ഒഴിച്ചതായിരിക്കും. അയ്യോ, എന്തൊരു കുളിര്! പാലാഴി മങ്കവൻ കൊങ്കമുടരുന്ന കോമള രൂപത്തെ കാണുമാറാകണം. കൊങ്കമുണരുന്ന കോമള രൂപത്തെ കാണുമാറാകണം. അയ്യോ, നാരായണ നാരായണ നാരായണ. യപ്പാ, അപ്പോ നീ വീട്ടിലേക്കില്ല? ഇല്ല, അടുത്ത വർഷം പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്നില്ലേ? വന്നു. എല്ലാ പേപ്പറിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. നിങ്ങൾക്കോ? ഇവന്മാർ രണ്ടുപേരും തോറ്റു. താനോ? ഞാൻ തോറ്റു, നേരത്തെ തോറ്റു. അതെന്താ? പഠിത്തത്തിന് മോശമാണെങ്കിലും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ വിരുദ്ധനാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇത്തവണ ഒരു അക്കിടി പറ്റി. എന്റെ മുന്നിലിരിക്കുന്നവനെ നോക്കി ഞാൻ എഴുതി, എന്റെ നോക്കി എന്റെ പുറകിരിക്കുന്നവനെ എഴുതി. ഞാൻ നോക്കി എഴുതിയവനും എന്റെ നോക്കി എഴുതിയവനും ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഞാൻ പൊട്ടി. അതെന്താ? അത് ഇവന്റെ മുമ്പിലിരുന്ന ആളും പുറകിലിരുന്ന ആളും ഫിസിക്സ്, ഇവൻ കെമിസ്ട്രി.
ഇത്തവണ ഫൈനൽ ഇയറാ, ഉഴപ്പരുത്. ഓ. ഞാൻ ഇറങ്ങുന്നു. ഇറങ്ങട്ടെ. മൂപ്പലാൻ പോയല്ലോ, നനങ്ങുന്നില്ല. കൊച്ചു വെളുപ്പാൻ കാലത്ത് ഓരോ മാരണങ്ങൾ വന്ന് കേറിക്കോളും മനുഷ്യരെ ഉപദ്രവിക്കാൻ. തന്ത ഇവന്റെ ആണ് നിറഞ്ഞപ്പോഴേ വിവരം കെട്ടവനാണെന്ന് അറിയാമായിരുന്നു. അയാൾ പറഞ്ഞു കേട്ടില്ലേ, കുഴപ്പരുതെന്ന്. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. പിന്നെ ഞങ്ങള് പാച്ചമ്പിള്ളേ, എന്തോ നമ്മുടെ മറ്റേ കക്ഷി പോയോ? ഏത് മറ്റേ കക്ഷി? നമ്മുടെ എഞ്ചിനീയറുടെ ഭാര്യ, ബാങ്ക് ജോലിയുള്ള സരസമ്മ. അയ്യേ സരസമ്മ, എന്റെ മേജറെ മൂത്ത് നിറച്ചില്ലേ, ഇനിയെങ്കിലും ഈ പഞ്ചാരടി നിർത്തിക്കൂടെ? എന്റെ എവിടെയാണോ നരച്ചത്? ഇനി എവിടെയാ നിറയ്ക്കാൻ ബാക്കിയുള്ളത്? കാണാവുന്ന ഭാഗത്തുള്ള നാരിയൊക്കെ ചായം തേച്ച് കറുപ്പിച്ചിട്ടില്ലേ? പതുക്കെ പറയടാ. നീ ആയിട്ട് എന്റെ ഗ്ലാമർ കളയും. എടാ, എനിക്ക് പ്രായം കുറച്ചായെങ്കിലും എന്റെ മനസ്സിപ്പോഴും നരച്ചിട്ടില്ല. അതല്ലേ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും എന്നെ കാണുമ്പോ ഒരു ഇളക്കം. ഒരു ദിവസം അവളുമാരെ മൊത്തമായിട്ട് ഇളകി വന്ന് സാറിന് എടുത്തിട്ട് പെരുമാറാഞ്ഞാ മതി. അവിടെ ഒരു ദിവസത്തിന് നിന്റെ കൈ കിട്ടും കേട്ടോ. അന്നേ കാണിച്ചു തരാം, നോക്കിക്കോ. എന്നോ ഇതുവരെ തന്നെ പോണ്ട്, അത് ഓർമ്മ മതി. അന്ന് ഈ പാച്ചുള്ള കാണിച്ചു തരടാ. അമ്പടാ, ആരെ പിടിക്കാനാ ഈ പിള്ളേരിങ്ങനെ ദിവസവും കാലത്ത് കിടന്ന് ഓടുന്നത്? അവന്മാരാരും പിടിക്കാൻ ഓടില്ല. അവന്മാർ ഞാൻ പിടിക്കുന്ന കരുതിട്ട് അവർ ഓടുകയാണ്. എന്താ പത്ത് കാശ് തരാനുണ്ടോ? ഇതിന്റെ ഒരു പറ്റുന്നല്ല, പറ്റിപ്പുന്ന. ഒരു ദിവസം എന്റെ കൈ കിട്ടു, അന്ന് 4 ഞാനും പറ്റിക്കും. എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? അതാണ്. കാലി കുറെ കൂടുന്നുണ്ട്. തൂങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. കാണത്തില്ല, അതെനിക്കറിയാം. കണ്ടാലും നീ ഇത് തന്നെ ചെയ്യും. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീവർഗം മുഴുവൻ എങ്ങനാ അതറിയാവുന്നത് കൊണ്ടാ 15 മാസമുള്ള ബ്രഹ്മചാരിയായിട്ട് തന്നെ കഴിയുന്നത്. എന്താ വാസുകുട്ടി, എന്താ? പുന്നാര മോളെ ചെല്ലിച്ച് ചെല്ലിച്ച് സ്വന്തം അമ്മാവന്റെ കാല് വരാൻ തുടങ്ങിയിരിക്കുന്നു. ഉന്നയ്ക്കണ്ട കിട്ടാൻ പ്രയാസമാ. നീ നല്ലെണ്ണയിട്ട് തേച്ചോ? ഇതാ ടീപ്പോയി. വേണ്ട, സ്ത്രീകൾ തൊട്ടതെല്ലാം അശുദ്ധമാണ്. ശുദ്ധികലശം നടത്തിയിട്ടേ ഞാൻ ഇനി അത് തൊടൂ. ഉള്ളതാ, ശ്രീനിവാസന്റെ കടയിലെ ശുദ്ധമായ നല്ലെണ്ണ കിട്ടും. ചിലരോട് ചോദിച്ചില്ല. എന്തോ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഈ നമ്പർ കൊള്ളാളിയാ. ഇതുപോലെ 3-4 പ്രാവശ്യം തലകുത്തി താഴെ വീണാല് ഉള്ള നീരെല്ലാം കൂടെ മേലോട്ട് കയറി ഒന്നുകൂടെ ചീർക്കും. നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്നെ ദ്രോഹിക്കുകയാണ്. ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ? ഏതേ ഈ തീപ്പായ എന്റെ കാലിന്റെ അടിയിൽ നിർത്തി മാറ്റിയത് ഞാൻ വീട് ചാവത്തേക്ക് ചത്തോട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ചെയ്തതല്ലേ? എന്തുചേട്ടാ, എന്തു പറ്റി? ഇല്ല, ഇനി ഈ വീട്ടിൽ ഞാൻ താമസിക്കില്ല. നിന്റെ ഭർത്താവിന്റെ കൊല്ലാതെ. എടി, ഞാനൊന്നും അറിഞ്ഞതല്ല. അളിയൻ ദിവസം ഓരോ നമ്പർ കാണിക്കും. നമ്പർ കാണിച്ച് തലയും കുത്തി താഴെ വീഴുമ്പോ അത് മറ്റുള്ളവരുടെ പള്ളിക്ക് വെക്കുക. അയ്യോ അല്ല, ഇത് മനഃപൂർവ്വമാണ്. നിങ്ങൾ ചെയ്യും, ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. നിങ്ങൾ പട്ടാളക്കാരെ ശവം കണ്ട് മഴ വെച്ചവരാ. നല്ല മരം കിട്ടണമെങ്കിൽ കൂപ്പി പോകണം. ശരിയാ ശരിയാ. ചേട്ടാ, ചേട്ടന്റെ ഒരിടത്തും പോകണ്ട. ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ചേട്ടന് ഇഷ്ടമുള്ള അഭ്യാസം ഇവിടെ കാണിക്കണം. ആരെന്ത് ചോദിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇത് എന്റെ വീടാണ്. ചേട്ടന്റെ അനിയത്തി സരസ്വതിയാ പറയുന്നത്. പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു.
അയാൾ എന്നെ ഉരുട്ടിയിട്ട് നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ലല്ലേ? ഞാൻ എന്താ മരം ഇരുമ്പോ വേണോ? ഒറ്റ തടിയാ 5 ലക്ഷം രൂപയുടെ സ്വത്താ കയ്യില്. ഇറങ്ങി പോയാലേ എനിക്ക് ഇത്തിരി ഛേദമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്? ആകെ കൂടെ ഉള്ളത് ഇതാ. എന്താ കുന്തം. എന്തിനാ പന്തം? ചെവിയൊട്ട് കേൾക്കാനും വയ്യ, ലോകത്തുള്ള വർത്താനം മുഴുവൻ അറിയാൻ വേണം. കാലം ചത്തോ? ഇതിനെങ്ങോട്ട് കെട്ടിയെടുക്കാൻ നേരമായില്ലേ? ഉള്ളതാ, കാറുണ്ട്, മഴ പെയ്യും. വയ്യോ, എന്നാ മറ്റുള്ള ഇറങ്ങിയോ? എടേ, രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്റെ അവിടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. വേണ്ട വരുന്നതേ ഒരു ചമലക്കിളി. അളിയ, വണ്ടി കൊള്ളാം. ഒന്ന് ലൈനിട്ട് നോക്കിയാലോ? അന്നത്തെ പോലെ തല്ലുവല്ലോ കിട്ടിയാലോ? തല്ല് കിട്ടിയാലും സാരമില്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊന്ന് മുട്ടി നോക്കാം. അമ്പലമുക്കിലേക്കുള്ള ബസ് ഇവിടെ നിർത്തൂലേ? അങ്ങോട്ടേക്കായിരിക്കും. അല്ല, ഒറ്റക്കേ ഉള്ളൂ. കൂട്ടിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. എങ്ങോട്ടാ? അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ഒരു പെൺകുട്ടി ഒറ്റക്കൊരിടത്ത് നിൽക്കുമ്പോ അവളെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു ഇന്ത്യൻ പൗരനെന്ന നിലക്ക് എനിക്കുണ്ട്. നിനക്കല്ല, നമുക്ക്. ഒരു കാര്യം ചെയ്യ്, നീയൊക്കെ വല്ല പട്ടാളത്തിലും പോയി ചേരും. പരിരക്ഷിക്കാൻ നടക്കുന്നു. കുട്ടി അങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വഴിയിലെങ്ങാനും കമ്പയിലൊരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും പെണ്ണാണോ. നമ്മൾ വിഷമിക്കണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്താ പേര്? ലത. നൈസ്. കുട്ടിക്ക് ഈ ഡ്രസ് നന്നായി ചേരും, എസ്പെഷ്യലി കളർ സെൻസ്. താങ്ക്സ്. പ്ലീസ്. കളവ് നമ്മളെ വിട്ടിട്ട് സ്വന്തമായി ശൃംഗരിക്കാനുള്ള പരിപാടിയാ. വാ. എങ്ങോട്ടാ? മുന്നോട്ട്. ഏതായാലും അമ്മാവൻ വന്നത് വളരെ നന്നായി. ഞങ്ങളും ആ വഴിക്കാം. ഒന്ന് വിട്ടേ. വേണമെങ്കിൽ ബസ് വാഴ അടിക്കൊണ്ടിരിക്കാതെ കേറേ. പോട്ടെ, റൈറ്റ്. ഡിങ് ഡിങ്. വണ്ടി വിടമ്മാവ. എവിടാ നിങ്ങൾക്ക് പോകേണ്ടത്? നേരെ പോട്ടമ്മാവ. വയസ്സുകാലത്തെങ്കിലും ഒരു ഉപകാരം ചെയ്തുകൂടെ? പോട്ടമാവാ. വിടമ്മാവ. പെട്രോളൊക്കെ ഉണ്ടല്ലോ, ജാലിയായിട്ട് വിട്ടു പോ. എന്താ വണ്ടി നിർത്തിയത്? എനിക്ക് വലത്തോട്ടാ പോകേണ്ടത്. നിങ്ങൾക്കോ? ഞങ്ങൾക്കും വലത്തോട്ടാ പോകേണ്ടത്. പുറത്തോട്ടാണോ? ഉറപ്പല്ലേ? ഉറപ്പാണ്, ഉറപ്പാണ്. എന്നാലേ എനിക്ക് ഇടത്തോട്ടാ പോകേണ്ടത്. നമുക്ക് മറ്റേ അപ്പൊ ഇടത്തോട്ട് ഇടത്തോട്ട് പോട്ടെ ഡ്രൈവറെ. അല്ല അമ്മാവ, ഇത് ഷട്ടിൽ സർവീസ് ഒന്നുമല്ല, മനസ്സിലായില്ലേ? പിന്നെ ലേഡീസ് ഉള്ളിയായിരിക്കും. ഈ കുട്ടി എനിക്ക് എന്റെ സ്വന്തം മകളെ മാതിരിയാ, മനസ്സിലായോ? എന്നാ ഞങ്ങൾ സ്വന്തം മരുമക്കളാന്ന് വിചാരിച്ചാ മതി. അപ്പോ നിങ്ങൾ ഇറങ്ങാൻ ഭാവമില്ല. വണ്ടി വിട് മാഷേ. നിങ്ങളെ എവിടാ ഇറക്കേണ്ടതെന്ന് എനിക്കറിയാം. പോട്ടെ പോട്ടെ. ഇവിടെയല്ല ഞങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടത്. അത് വണ്ടിക്കറിയാവും. ഇനി ഓർഡറെ തള്ളണം. തള്ളാം, കുറച്ചുകൂടെ മുമ്പോട്ട് നിർത്ത്. മുമ്പോട്ട് നിർത്താൻ പിന്നെ തള്ളേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ മാന്യന്മാരെ കൂടെ തള്ളിക്കുന്നത് മോശമാ. ഇതോ പാചമല്ലേ? അയ്യോ അയ്യോ അയ്യോ. ചുമന്ന് കൈയ്യട് അങ്ങനെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. ആൾക്കാർ കാശേട് 3 പേരും കൂടി 365 രൂപ. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ ആ, പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ.
അതാണ് തന്നെ ഇവിടെ ഇട്ടിട്ട് അവരങ്ങോട്ട് ഓടിപ്പോയത് അല്ലേ? കാശ് എടുക്കാൻ ഓടിയതല്ലേ? നാളെ വീട്ടിൽ നിന്ന് മണിയോർ വരും. ഭയങ്കരം തന്നെ. സപ്പോസ് മണിയോർ വന്നില്ലെങ്കിലോ? പാച്ചേട്ടാ, ആ. ഈ ഗോപൻ പാച്ചന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. നാളെ കാശ് വന്നില്ലെങ്കിൽ പാച്ചേട്ടൻ ചത്തുപോട്ടെ. ഞാൻ തരുമെന്ന് ഉറപ്പിച്ചു തരും പറയുമായിരുന്നു. 365 രൂപ തന്നല്ലോ. അതേപോലെ തൽക്കാലം ഒരു പാക്കറ്റ് വിൽസും ഒരു തീപ്പെട്ടിയും ഒരു 5 രൂപ എന്താ എല്ലാം കൂടെ ചേർത്ത് തരാം. തൽക്കാലം ഇതെല്ലാം കിട്ടിയെന്ന് വിചാരിച്ച് എന്റെ മോൻ ഒന്ന് സ്ഥലം വിട്ട്. അതാ നല്ലത്. അതന്നെ നല്ലത്. ആൾക്കാർ കാണട്ടോ, ആൾക്കാർ കാണട്ടെ. നീ വാങ്ങിച്ചതല്ലേ, ആൾക്കാർ കാണട്ടെ. ഇവിടെ നോക്ക്, നാളെ പണം ഇവിടെ എത്തിയില്ലെങ്കിൽ നിന്റെ വാരിയിൽ ഊരി എന്റെ കടക്ക് ഞാൻ കൂര പണി. സത്യത്തിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടേണ്ടവരാണ്. നമ്മൾ പരിചയപ്പെട്ടല്ലോ അവിടെ അവിടെ. എന്നാ പറയാൻ പറ്റാത്ത അത്തരം പരിചയപ്പെടലല്ല. ഐ ആം മേജർ നായർ. ഹലോ. ഐ ആം ഗോപൻ. ഹലോ. ഇവൻ കോരലോ. അത് ഭക്തകുചേരൻ. ഭക്തവത്സലൻ. ഹലോ. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ്. ബിക്കോസ് ഐ ഹാവ് സീൻ 3 wars. 3 യുദ്ധങ്ങൾ കണ്ട കണ്ണുകളാണിത്. ഐ സ്റ്റിൽ ഫീൽ ഐ ആം യങ്. അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു 1-ാം തരം പിഴയാ. കറക്റ്റ്. ചില്ലറ കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ? വേണം 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 വേണം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മാവ് അതിന്റെ പുറകെ മണം പിടിച്ച് വന്നത്. ഏതാ കക്ഷി? നിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടത് വല്ലതും ചവിട്ടും തുഴയൊക്കെയുള്ള കൂട്ടത്തില്ല, അതുകൊണ്ടല്ലേ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നുണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നോക്കിക്കോളൂ. എന്താ എഴുതിയിരിക്കുന്നത്? ഐ ലവ് യു. ഇത് അവൾ വാങ്ങിച്ചാൽ വാങ്ങിച്ചാൽ ലൈനിൽ വീണു എന്നർത്ഥം. വാങ്ങിച്ചാലല്ലേ? വാങ്ങിക്കും. ജസ്റ്റ് വാച്ച്. Keep it. എക്സ്ക്യൂസ് മീ, ഇത് കുട്ടിയുടെ കർച്ചീഫല്ലേ? അയ്യോ അല്ല. അതെ, കൈയും താഴെ പോകുന്ന ഞാൻ കണ്ടതാണ്. ഇതങ്ങോട്ട് വാങ്ങിച്ചു കുട്ടി. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി. അമ്മാവോ, ഈ സ്റ്റൈല് നമുക്ക് വേണ്ട. തടി കേടാവും. അവള് വീണ് പോയേനെ. കുറച്ചുകൂടി ഓങ്ങി അടിച്ചിരുന്നെങ്കിൽ. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിച്ച് കുത്തും. അതോടെ ഒടുക്കം. നിങ്ങൾ ഈ സിനിമയിലൊക്കെ ലവ് സ്റ്റോറീസ് കേട്ടിട്ടുണ്ടോ? ഒരു ക്ലാഷോട് കൂടിയാണ് ലവ് ആരംഭിക്കുന്നത്. ഒന്നുകിൽ നായകൻ നായികയെ തല്ലുന്നു, അല്ലെങ്കിൽ നായിക നായകനെ തല്ലുന്നു. പിന്നെ തല്ലിയല്ലോ എന്നുള്ള സങ്കടമാണ്, സെന്റിമെന്റ്സ്. ഇത് പ്രേമത്തിലേക്ക് വഴിവെക്കുന്നു. പിന്നെ പ്രേമം, പിന്നെ ആത്മഹത്യ, അല്ലെങ്കിൽ വില്ലൻ തല്ലി കൊല്ലും. കല്യാണം. ചുമ്മാ കയറി പ്രേമിച്ചാൽ ആദ്യം ഏത് പെണ്ണു ഒന്ന് നടക്കും. അത് അവരുടെ സ്വഭാവമാണ്. അത് അമ്മാവൻ പറഞ്ഞ ശരിയാ.
വർഷം കുറയായി പലതിന്റെയും പുറകെ നടക്കും. ഇതുവരെയായിട്ട് ഒറ്റ എണ്ണം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ രഹസ്യം എന്താ? തല്ലു കൊണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ. പെണ്ണുങ്ങളുടെ തല്ലു കൊണ്ടിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല. ആ അതാ അടിയുടെ ചൂടറിഞ്ഞെങ്കിലേ പ്രേമത്തിനും ചൂടുണ്ടാവും. നിങ്ങളുടെ കാര്യം ചെയ്യും, ആദ്യം മനസ്സിനിണങ്ങി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുക. മനസ്സിനിണങ്ങിയെന്ന് പറഞ്ഞ മനസ്സിനിണങ്ങാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോടെ? ഞങ്ങൾക്ക് പൊതുവെ എല്ലാവരോടും ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം കല്യാണം കഴിക്കാൻ പറ്റുമോ? തറവാട്, പാരമ്പര്യം, സ്വഭാവം, സൗന്ദര്യം, അങ്ങനെ എല്ലാം എത്തിണങ്ങിയ ഒരു പെണ്ണെ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്നെ കാണിച്ചില്ലേ, ഒരു 3 മാസത്തിനുള്ളിൽ അവളെ പ്രേമത്തിൽ കുടുക്കി കല്യാണം കഴിപ്പിച്ചു തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഉറപ്പാണോ? ആ ഉറപ്പ്. നേരാണോ? നേരെ. ഇല്ലെങ്കിൽ എന്നത്തെ ഇങ്ങനെ വിളിച്ചു ആ ചീപ്പിക്കുന്നു. യെസ്. നോ. ഓ ഹിന്ദി മാസ്റ്റർ അല്ലേ? ഓ യു ആർ ഗ്രേറ്റ്. 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി 9:55 എത്തി. ഓ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പ്ലീസ് കം ഇൻ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഞാൻ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. ഇക്കാലത്ത് കൃത്യനിഷ്ഠമുള്ള ആൾക്കാരെ കാണുന്നത് വളരെ വിഷമമാണ്. എന്റെ അച്ഛനും വലിയ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. ആ തോന്നി. ബ്ലഡിലുള്ളതാണ്. 10 ഗുണം 10 ഗുണം. സാർ എന്റെ മോളുടെ ഹിന്ദി വളരെ വീക്കാണ്. നന്നായി. ഏ നന്നായി, ഞാൻ പറഞ്ഞു കൊടുക്കാം. ആ എന്റെ വല്യച്ഛൻ ഒരു ഉത്തർപ്രദേശുകാരനായിരുന്നു. ഒരു ഹിന്ദി ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത്. സാറിന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ആ, സാറിന് ഒരു നോർത്ത് ഇന്ത്യൻ കട്ട്. ആ, ആ, ആ. രാജേഷ് ഖന്ന എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനെ പറ്റി കേട്ടിട്ടുണ്ടോ? യെസ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്റെ ഒരു അമ്മാവനാ. വകയിൽ. ആണോ? ആ, എന്റെ മോൻ ഇത് കേട്ട അന്തം വിടും. വിടട്ടെ. സത്യത്തിൽ രാജേഷ് ഖന്ന അമ്മാവനാണ് എന്നെ ശരിക്കും ഹിന്ദി പഠിപ്പിച്ചത്. അയ്യോ അപ്പൊ എന്റെ മോളുടെ ഭാഗ്യം തന്നെ. സാറിന് വലിയൊരു ഫീസ് തരേണ്ടി വരുമല്ലേ? ഫീസ് എനിക്കൊരു പ്രശ്നമല്ല. എന്റെ സ്റ്റുഡന്റ് വളരെ നന്നായിരിക്കണം. പിന്നെ ഈ ഹിന്ദി ഒരു രാഷ്ട്രഭാഷയാണല്ലോ നമ്മുടെ. ഈ രാഷ്ട്രഭാഷ നന്നായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം തന്നെ. Good, good, good. ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് ഹിന്ദി സാറിന്റെ കാര്യം. ഇങ്ങനെ ഒരാളെ കിട്ടാനായിരിക്കും ഇത്രയും നാൾ വൈകിയത്. പിന്നെ എനിക്ക് എന്റെ സ്റ്റുഡന്റിനെ കാണാൻ നേരമായി. ഓ 10 o'clock. കൃത്യനിഷ്ഠ. മോളെ മീനു, ദേ ഹിന്ദി മാസ്റ്റർ വന്നിരിക്കുന്നു. വേഗം ഒരു പുസ്തകം തന്നുവാ. പിന്നെ രാജേഷ് ഖന്ന അമ്മാവന്റെ കാര്യം എന്റെ സ്റ്റുഡന്റിനോട് ഇപ്പൊ പറയണ്ട. കുട്ടി ഭയപ്പെടും. അത് നമുക്ക് പിന്നെ പറയാം. You are right, you are right. മീനു, ഇതാണ് ഹിന്ദി മാസ്റ്റർ രാജേഷ്. ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. ഭക്ത ഖന്ന. യെസ്, ഭക്ത ഖന്ന. അപ്പോ നമുക്ക് തുടങ്ങാം പന്ന സാറേ. ഖന്ന. സോറി ഖന്ന സാറേ. ആദ്യം വെറും പരിചയപ്പെടൽ. ആ. സ്റ്റുഡന്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ ക്ലാസ് തുടങ്ങാം. എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ടേ. ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് ബികോമിന്. അപ്പോ കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, നാളെ കാണാം. ചല, ഞാൻ പോകുന്നു. I see. ഞാൻ പറഞ്ഞുതരാം. മാഞ്ഞു പോയതാ. ഓ അത് ശരി. അല്ല സാറ് ഞാൻ മേജർ നായരുടെ മകളെ മകളെ ഹിന്ദി പഠിപ്പിക്കാൻ വന്നതാ. മകളോ? അങ്ങനെ ഒരു മകളില്ലല്ലോ. മേജർ നായർ എന്റെ അച്ഛനാ. ഓ അത് ശരി. ഞാൻ അദ്ദേഹത്തിന്റെ ഒറ്റ മോനാ. ഹിന്ദി ക്ലാസ് എനിക്കാ. ആഹാ. പക്ഷേ എന്റെ അമ്മ സ്മോൾ പോക്സ് വന്ന് കിടക്കുക. ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. സാറിന്റെ വീട്ടിൽ ക്ലാസ് എടുക്കാൻ അങ്ങനെ എനിക്ക് അതാ സൗകര്യം. എക്സാം എടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് ക്ലാസ് എടുത്ത് തീർക്കണം. അതിനെന്താ നമുക്ക് അങ്ങോട്ട് പോവാം.
ഒന്ന് ചോദിച്ചോട്ടെ, അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് അറിയാമോ? പേരെന്താ? എന്റെ പേര് കോരൻ. ഫയൽവാന്റെ പേര്? ഫയൽവാൻ വാസുപിള്ള. ആ, താനെന്തിനാ ഫയൽവാനെ കാണുന്നത്? അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അടിയൻ ആഗ്രഹിക്കുന്നു. ഫയൽവാൻ വാസുപിള്ള അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാന് വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. വെറുതെ വിരൽ കളയണ്ട. നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല. മിണ്ടരുത്. ഇനി ഒരു അക്ഷരം മിണ്ടിയ അടിച്ചു തന്റെ പല്ല വെക്കും. അത്ര വലിയ ഗുരുഭക്തിയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഫയൽവാൻ വാസുപിള്ള ഒരു തെണ്ടിയാണ്. ക്ഷമിക്കണം, എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരം. നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് ഗുസ്തി പിടിക്കാം. ഞാനാണ് ഫയൽവാൻ വാസുപിള്ള. ഗുരു, ഒരുത്തൻ ഇവിടെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ? പിന്നെ താനെന്തിനാ ബെല്ലടിച്ചത്? ഇളിക്കാതെ ഞാനേ ക്യൂൻസ് ഹോട്ടലിൽ നിന്ന് ക്യാബറയുടെ ടിക്കറ്റ് വിൽക്കാൻ വന്നതാ. മനുഷ്യ ഹേ തുമാരാ പതി? എന്തോന്ന്? ഈ മനുഷ്യനാണോ മേഡത്തിന്റെ ഭർത്താവ്? ആണെന്ന് പറയാം. സാറ് വന്നാട്ടെ. ഇല്ല. ഇത് മോളുടെ റൂമിൽ കൊണ്ടു കൊടുക്ക്. ശരി. ധൃതിയില്ല. ദിവസവും പകൽ മുഴുവനും ഞാൻ ഇവിടെ വന്ന് പഠിപ്പിക്കാം. ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും. മാസ്റ്റർ എന്നെ കുട്ടീന്ന് വിളിക്കണ്ട, മീനു. അത് മതി. മതി, അത് മതി. എനിക്കും അതാ ഇഷ്ടം. മീനു. കൊണ്ടുപോരടേ. ഇവിടുത്തെ വേലക്കാരനാണോ? ആണെന്ന് തോന്നുന്നു. അമ്മയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും. യൂസ്ലെസ്. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനെന്ന് പറഞ്ഞു നടക്കുന്നു. എടുത്തോണ്ട് പോടേ. മധുരമില്ലേ മാസ്റ്റർ? ഒന്നുമില്ല ഇതില്. താൻ പോയി ഒരു നല്ല ചായ ഇട്ടുണ്ടോ? ഇത് ഞാൻ ഉണ്ടാക്കിയാൽ പോയാനാ പറഞ്ഞത്. मीनू देखो, भाग 1 निबंध 1। मीनू इधर देखो, एक नदी के किनारे ഒരു പുഴയുടെ കരയിൽ, ഒരു പുഴയുടെ കരയിൽ. ആ, एक नदी के किनारे ഒന്ന് എഴുതിയാട്ടെ. ഇതായല്ല, അത് തന്നെ, അങ്ങനെ തന്നെ, അത് തന്നെ. ഇനി നാളെ പോരെ മാസ്റ്റർ? അല്ല, നാളെ മാസ്റ്റർ വരണ്ട. നാളെ എനിക്കൊരു പാർട്ടിക്ക് പോകണം. എന്ത് പാർട്ടി? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ട. എന്ത് പാർട്ടി? ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി. എവിടെ വെച്ചാ? പഠിപ്പിക്കാൻ സമ്മതിക്കില്ലേ? തനിക്ക് വേറെ ജോലിയില്ലേ? ലോഡ്സ് ഐസ്ക്രീം പാർലറിൽ വെച്ചാ. മറ്റന്നാൾ മാസ്റ്റർ വരുമോ? മറ്റന്നാൾ ഞാൻ വരാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതിയോ? എന്റെ മൂടും പോയി. സാറിനൊരു ഫോൺ വന്നിട്ടുണ്ട്.
സോറി. അല്പം വൈകിപ്പോയി, സോറി. പൂക്കൾ കിട്ടി, താങ്ക്സ്. ഏത് പൂക്കൾ? കളിയാക്കൊന്നും വേണ്ട, എനിക്കാളെ മനസ്സിലായി. വന്നു കാണാൻ സംശയിച്ചു ആദ്യം, പിന്നെ അടയാളം പറഞ്ഞിരുന്നല്ലോ, കറുപ്പും ചുവപ്പും. എന്നോടാണോ? ഞാനാണ് പ്രേം. നമ്മുടെ സ്നേഹത്തിന്റെ തുടക്കം രസകരമായി, ഒരു സസ്പെൻസ് ചിത്രം പോലെ. നമ്മുടെ സ്നേഹമോ? താൻ ആരാ? എന്താ ഇയാൾ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. എന്താ വേണ്ടത്? മനുഷ്യനെ വിളിച്ചു വരുത്തി അവമാനിക്കാണോ? പൂക്കളും കൊടുത്തയച്ച് കറുപ്പും ചുവപ്പും വേഷത്തിലായിരിക്കും എന്ന് പറഞ്ഞ്. ഇത് വട്ട് തന്നെ. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ തുടക്കം രസകരമാണ് പോലും. ഓഹോ, അവിടെ വരെ ആയോ? ഇത് എന്റെ ഭാര്യയാണ്. ആദ്യം ഭാര്യമാരെ മര്യാദയ്ക്ക് നിർത്താൻ പഠിക്കണം. എന്താണോ പറഞ്ഞത്? കൈ നോക്കണ്ടേ? എല്ലാം വെള്ളം ചേർത്തതാ, വെള്ളം ചേർത്താ ഞാനൊരു സത്യമാണെങ്കിൽ കൊടുക്കാം. മറ്റേ നീ കച്ചവടം ചെയ്താ മതി. നീ സപ്പോസ് നീ എന്തിനാ അവിടെ ഹലോ ഹലോ, ഓടിച്ചു അടുത്ത മരം കാലെടുത്ത് മാറ്റുക.
അച്ഛാ, ഈ പാവത്തിന് കണ്ണു കണ്ടൂടാ. കഷ്ടം തോന്നി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. കണ്ണ് കണ്ടൂടെ? ഇവനോ? ഇതെന്താ കണ്ണാശുപത്രിയാണ്? ഞാനും നിന്റെ അമ്മയൊന്നും കണ്ണ് ഡോക്ടർമാരല്ലല്ലോ. ഒരു ജോലി കിട്ടുന്നവർ ഇവിടെ എങ്ങനെ കിടന്നോട്ടച്ഛാ. അവനെ മോളെ ഇക്കാലത്ത് ആരെയും അങ്ങനെ വിശ്വസിച്ചൂടാ. ഇവനെ കണ്ടിട്ട് എന്റെ കള്ള ലക്ഷണമുണ്ട്. അയ്യോ, പാവം കിട്ടും. ആ വരൂ. കേറിക്കോ, കേറിക്കോ. സാർ, നിന്നെ പോലുള്ള അലവലാദികളെ താമസിപ്പിക്കാൻ മേജർ നായ ഒരു സത്രം തുടങ്ങിയിട്ടുണ്ട്. അകത്ത് കയറിപ്പോടോ. സാർ ഞാൻ മിണ്ടരുത്. കയറിപ്പോടോ അകത്ത്. സത്രം തുടങ്ങിയ വിവരം ഞാൻ അറിഞ്ഞില്ല. കറിയാച്ചന്റെ വീട് ഈ റോഡിലാണ്. കറിയാച്ചൻ ചത്തു. ഇതെന്താ പോസ്റ്റ് ഓഫീസാണ്? യു ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. കിളവന് പ്രാന്ത. അച്ഛനാ പ്രാന്ത്. ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരട കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് താഴെ കിടക്കും. മേ തുംകോ ഏക്ക് തപ്പട് മാർക്കേ ദാന്ത് ബാഹർ ഗിരാ ദൂങ്ക. ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞതാ. അത് ശരി. അപ്പോ ഏക്ക് തപ്പട് മാർ എന്ന് പറഞ്ഞാൽ എന്താ? കരണ കുറ്റിക്ക് അടി. ഏക്ക് തപ്പട് മാർ കരണക്കുറ്റിക്കടി, ഏക്ക് തപ്പട് മാർ കരണക്കുറ്റിക്കടി, ഏക്ക് തപ്പട് മാർ കരണക്കുറ്റിക്കടി. ഇനി പൊതുവായിട്ടുള്ള ചില ഹിന്ദികൾ സംശയങ്ങൾ ചോദിച്ചോട്ടെ മാസ്റ്റർ? ചോദിച്ചോളൂ. ഈ സ്നേഹം, പ്രേമം എന്നൊക്കെ ഉള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ മാഷെ? പ്യാർ, മൊഹബത്ത്. പാർ പാർ പാർ. പാരല്ല, പ്യാർ. പ്യാർ, പ്യാർ. ആ, പ്യാർ. മനസ്സിലായി. അപ്പോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് ഹിന്ദിയിൽ എങ്ങനെയാ പറയാ? ആരോട് പറയാനാ? ആരോടും പറയാനല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മേ തുംസെ പ്യാർ കർത്താ ഹൂം. മേ തുസേ. ഓ, മേ തുസെ അല്ല, മേ തുംസെ പ്യാർ കർത്താ ഹൂം. मैं तुमसे प्यार करता हूँ. मैं तुमसे प्यार करता हूँ. കൈ പുറകെ കിട്ടണോ? വിടറാ, നന്ദിയില്ലാത്തവനെ ഇങ്ങനെയാണോ പഞ്ച പിടിക്കുന്നത്? വിടറാ. ഗുരുവിനല്ല ഞാനും ചെയ്തത്. എടാ, ഗുരുവിന് എന്തും ചെയ്യാം, പക്ഷെ നിനക്ക് ശിക്ഷയുണ്ട്. എണീക്കടാ, എണീക്കടാ, എണീക്കടാ. 100 ബൈറ്റോ എടുക്കടാ. 100 എടുക്കടാ. 100 ബൈറ്റ്. 1 2 3 നിർത്തരുത്. 4 എക്സ്ക്യൂസ് മീ, കുഡ് യു ഗെറ്റ് മീ സം വാട്ടർ പ്ലീസ്? കുറച്ച് വെള്ളം. എന്താണ് ഇത്? വെള്ളം. എന്നിട്ട് ഞാൻ വെള്ളം ചോദിച്ചോ? ഇല്ല, പക്ഷെ മീനും അകത്തുവെന്ന് പറഞ്ഞു. ഗോപേട്ട, ആ പുറത്തുനിന്ന് കോപ്രാന്തി കാണിക്കുന്ന മനുഷ്യന് കുറച്ച് വെള്ളം കൊടുക്കൂന്ന്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ, എന്തടി നിനക്ക് കൊണ്ട് കൊടുത്താലും. അപ്പോ അവൾ പറയുവാ, ഛീ, ആ കൊരങ്ങനെ മുമ്പിലേക്ക് ഞാനില്ലെന്ന്. അയ്യോ, അത് നീ ആയിരുന്നില്ല, ഞാൻ അറിഞ്ഞില്ല. അപ്പോ നിങ്ങൾ തമ്മില് വല്ലാതെ എങ്കിൽ അടുത്തല്ലോ. പോടാ, അങ്ങനെയൊന്നുമില്ല. സ്നേഹിച്ചാ സ്നേഹിക്കും. പാഠപുസ്തകങ്ങളെ മാത്രം അവലംബിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയില്ല. ഹിന്ദിയിൽ നല്ലൊരു അടിത്തറ നമുക്ക് കെട്ടിപ്പടുക്കണം. മേ തുംസെ പ്യാർ കർത്താ ഹൂം. അർത്ഥം അറിയോ? അറിയാലോ. പറയൂ, കേൾക്കട്ടെ. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടണമെന്നല്ല, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മനസ്സിലായോ? എന്താ പറഞ്ഞത്? പറയൂ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മുതിർന്നവരെ നിന്നെ എന്ന് വിളിക്കരുത്, നിങ്ങളെ എന്ന് പറയൂ. പറയൂ, പറയൂ, പറയൂ. ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു.
मैं तुमसे प्यार करती हूँ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നീ വരില്ലേ? നീ വരില്ല. Stupid. Get out from my classroom. എന്താ മാസ്റ്റർ? വായിലും മൂക്കിലും പൊടി കയറില്ലേ? എപ്പോ നോക്കിയാലും ഒരു ചൂലിന്റെ ശല്യം. മീനു ഈ ചൂലിനോട് കടന്നു പോകാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടോ എന്താ പറഞ്ഞത്? മീനു എന്ത് പറഞ്ഞാലും ഞാൻ പോവില്ല. ഈ മുറി നല്ലോണം വൃത്തിയാക്കണമെന്ന് അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞാൽ ജീവൻ പോലെ ഞാൻ. അമ്മയോട് ഞാൻ ചോദിക്കട്ടെ, ഓരോ ശല്യങ്ങള്. സമ്മതിക്കില്ല അല്ലേ? കാണിച്ചു തരാടാ. എനിക്കത് കാണാ. എന്തായി? നിന്റെ ശരീരം അങ്ങ് ശോഷിച്ചു പോയല്ലോ. ചോര തുപ്പാറായോ? തുപ്പുമ്പോ അറിയിക്കാം. ആ. ഒരു സത്യം പറയട്ടെ, ആ. അവൾ എന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എണ്ണയിട്ട് മസിൽ പിടിച്ച് നിൽക്കുമ്പോ അവൾ എവിടെയെങ്കിലും വന്നെന്ന് എന്നെ ഒളിഞ്ഞു നോക്കും. വല്ലതും കട്ടോണ്ട് പോകുന്നുണ്ടോന്നായിരിക്കും. ഓടെ അത് കാണാൻ പോണ പോലുമല്ലേ? എടാ ഭക്ത, ആ ചൂല് ഗോപനെ കൊണ്ട് വലിയ ശല്യം. ആ. അവൾ എന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ എവിടെ നിന്നെങ്കിലും ഒരു ചൂലും പൊക്കിക്കൊണ്ടുവരും. ആണല്ലോ. ഇത് തന്നെയാണ് എന്റെയും പ്രശ്നം. അവൻ ഒറ്റക്ക് കിട്ടുമ്പോ അവളെ വളച്ചാ പോരെ? വളച്ചാലും കിട്ടാൻ പോകുന്നില്ല. എന്നാലും അതല്ല എന്റെ ഒരു മര്യാദ. ഞാനൊരു കാര്യം പറയാം. നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഈ കോർപ്പറേഷൻ വെള്ളം വരുന്ന പൈപ്പിന്റെ മെയിൻ ടാപ്പ് നിനക്ക് അടക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്തര്? അവന്റെ ചൂൽ ഷൈനിങ് അതോടെ നിൽക്കും. കോർപ്പറേഷൻ വെള്ളം നിന്നാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരേണ്ടി വരും. ഇന്നത്തെ നിലക്കാവുമ്പോ അവൻ തന്നെ കോരേണ്ടി വരുവേ. എടാ ഭയങ്കര, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ. നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞ ഊതല്ലേ? എടാ ഞാൻ പറഞ്ഞത് നിനക്ക് ചെയ്യാൻ പറ്റുമോ? സംശയം എന്ത്? എനിക്ക് ചെയ്തേ പറ്റൂ. അവന്റെ അമ്മൂമ്മയുടെ ഒരു ചൂല്. എന്തെല്ലാം കഷ്ടപ്പാട്. ഗോപാ, അടുക്കളയിലേക്ക് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. ദാ കൊണ്ടുവരുന്നു. രണ്ടാക്കുന്ന എന്തിന്? ഒരു 10 എണ്ണം കൊണ്ടുവരും. മനുഷ്യനെ ഒരുമാതിരി. നല്ലൊരു അവസാനം ഉണ്ടായാൽ മതിയായിരുന്നു. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുളി? ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം. തരാം കേട്ടാ. പോന്നതിന് മുമ്പ് എല്ലാം കൂടെ ചേർത്ത് തരാം. ഹിന്ദി മാത്രം ആയാൽ മതിയായിരുന്നു. അല്ലേ അവനെ ഞാൻ ഒതുക്കി, പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കും. അത് മതി, വരട്ടെ. ഒരു കാര്യം, നീ അരമണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും. പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ല ഇല്ല, 1 മണിക്കൂറെങ്കിലും അവളെ സ്വൈരായിട്ട് കിട്ടുമല്ലോ. അരമണിക്കൂർ? ആ, അരമണിക്കൂർ. നീ ഇവിടെ വെയിറ്റ് ചെയ്യുവേ. ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപാ, എനിക്കൊരു ബക്കറ്റ് വെള്ളം. ദാണ്ടെ കൊണ്ടുവരുന്നേ. ദൈവമേ, ഇപ്പോഴെങ്ങും പൈപ്പിൽ വെള്ളം വരല്ലേ. എങ്ങോട്ടാ എങ്ങോട്ടാ? ഒരുമ്പോ തുടങ്ങിയിരിക്കുമല്ലോ പടം. ഇതെടുത്തോളാം. മോളുടെ കല്യാണം. കല്യാണം കല്യാണം സദ്യ കാണുമോ? കാണും. 4 തരം പ്രഥമൻ വിളിക്കാൻ വന്നിരിക്കുന്നു. എന്നോ പിന്നെ കുളിക്കാം. ഗോപാ, ഇപ്പൊ കൊണ്ടുവരാം. എനിക്ക് കാഴ്ച കിട്ടിയാൽ മതിയായിരുന്നു. മീനുവിനെ ഒന്ന് കാണാൻ, അതിനുവേണ്ടി മാത്രം. ഗോവിന്ദ് ദുഃഖിച്ചു കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കും. ദോസ്തിയിൽ കാലുവയ്യാത്തൊരുത്തനും അന്ധനായ ഒരു ഗായകനും തമ്മിലുള്ള സ്നേഹബന്ധം ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടിട്ട് സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. കണ്ണുമുട്ടൻ എങ്ങനെ സിനിമ കണ്ടത്? 9 വയസ്സിന് ശേഷമാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. 9ാമത്തെ വയസ്സിൽ തന്നെ ആരെങ്കിലും ശവിച്ചോ? കണ്ണ് പൊട്ടി പോട്ടെ എന്ന്? അല്ല, തിമിരമായിരുന്നു. തിമിരം. ഓ, എന്നിട്ട് കണ്ണ് മാത്രമേ പോയുള്ളൂ? കണ്ണിന് തിമിരം വന്ന പിന്നെ മൂക്കാണോ നഷ്ടപ്പെടുന്നത്? ഓഹോ, എന്തോ എനിക്കത് അറിഞ്ഞൂടാ. എനിക്ക് തിമിരം വന്നിട്ടില്ല. അയ്യോ അമ്മേ, എന്റെ തല പോയേ. അയ്യോ, ഞാൻ എന്തോ ആലോചിച്ചപ്പോ എറിഞ്ഞു പോയതാ. അത് വേറെ വന്നപ്പോ പൊട്ടക്കണ്ണ കുനിഞ്ഞു. അതെങ്ങനെയാ പൊട്ടക്കണ്ണ നേര് വരുന്നത് കണ്ടത്? കുനിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? നിങ്ങൾ മനപ്പൂർവ്വം അങ്ങനെ ചേട്ട താഴെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. ഇന്ന് എന്നെ എറിഞ്ഞു കൊല്ലാൻ നോക്കുന്നു. സരസ്വതി, ഞാൻ നീ വരുന്നത് കണ്ടില്ല. നിങ്ങൾ കണ്ടില്ലേ? ഇല്ല. നിങ്ങൾ കണ്ടില്ലേ?
ഇഞ്ഞു വരി. എന്തിനാ? ഒന്നിഞ്ഞു വരി. എന്ത്? ഇതൊന്ന് തടവി തരി. ഒന്നും വരില്ലേ? ഏറെ വന്നപ്പോ അവൻ കുനിഞ്ഞു ഇല്ലേ മോളെ? ഞാൻ ശരിക്കും ഞാൻ കണ്ടതാ. ആകാശ് എന്ന് പറഞ്ഞാൽ ആകാശം. അതെനിക്കറിയാം. അപ്പോ ഇനി വേറൊരു തമാശ ആക്കണം. നമ്മള് ഈ കലം എന്ന് പറയില്ലേ, മൺകലം എന്നൊക്കെ, ഹിന്ദി ഭാഷയിൽ കലം എന്ന് പറഞ്ഞ പേരാ. അതുകൊണ്ട് 5ാം ക്ലാസ്സിലെ പഠിച്ചതാ. ദേഖോ. എനിക്ക് ഒരു ചെറിയ സംശയം. എന്ത് സംശയം? ഇത് ഈ ഭിക്കാരി എന്ന് പറഞ്ഞാൽ എന്താ? ഭിക്കാരിയോ? അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിൽ ഇല്ലല്ലോ. ഉണ്ട്. അബ്കാരി ആയിരിക്കും. അല്ല, ഭിക്കാരി പുസ്തകത്തിലുണ്ട്. പുസ്തകമൊന്നും കണ്ട. അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിലുണ്ട്. ഇവിടെ സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ സംശയമൊന്നുമില്ല. ഞാൻ 10 വർഷം പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പട്ടാളക്കാരെല്ലാം ഹിന്ദി സാഹിത്യകാരന്മാരല്ലോ. അത് പോട്ടെ, ഈ ഭിക്കാരിയുടെ അർത്ഥം എന്താ? അതെ, ഭിക്കാരി. ഭിക്കാരി ഭിക്കാരി എന്ന് പറഞ്ഞാൽ ധിക്കാരി അല്ലല്ലോ. ഭിക്കാരി. അതെ, ഭിക്കാരി. ഭിക്കാരി എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വം എന്നൊക്കെ പറയാം. സ്ഥിതി സമത്വം. തെണ്ടി. അച്ഛാ, ഞാൻ അർത്ഥം പറഞ്ഞതാ മോളെ ഭിക്കാരിയുടെ. തെണ്ടി, യാചകൻ, എലപ്പാളി എന്നൊക്കെ ആ വാക്കിന് അർത്ഥം. എന്താ? അങ്ങനെയും ചില അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഉറുദുവിന്റെയും ബംഗാളിയുടെയും സ്വാധീനമുള്ള ചില പ്രാദേശിക പ്രദേശങ്ങളിൽ ഭിക്കാരിക്ക് സ്ഥിതി സമത്വം എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പൊ മലയാളത്തിൽ തന്നെ തൃശ്ശൂർ പറയുന്ന ഭാഷയാണോ കോഴിക്കോട്ട് പറയുന്നത്? അത് തന്നെയാണോ തിരുവനന്തപുരത്ത് പറയുന്നത്? ഒരു മണ്ണാങ്കട്ടം പറയണ്ട. ഭിക്കാരി എന്ന വാക്കിന് ഞാൻ പറഞ്ഞതിനാണ് അർത്ഥം. വേണം ഡിക്ഷണറി കൊണ്ടുവരാം. ബെറ്റ് ഉണ്ട് വെക്കാം. അങ്ങനെ വാശി പിടിക്കാതെ. ഒരു ഭാഷയും ആരുടെയും കുത്തകയല്ല. ഉദാഹരണത്തിന് ഞാനൊരു വാക്ക് ചോദിക്കാം, അതിന്റെ അർത്ഥം പറയൂ. പറയാം. കാബ്രെ. അയ്യോ, അതാർക്കാ അറിഞ്ഞിടത്തെ? ഞാൻ പറയട്ടെ? ഇവിടെ പറയട്ടെ. പറഞ്ഞു കൊടുക്കച്ചാ. വലിയ തമാശക്കാരൻ തന്നെ. പഠിക്കും. ഭിക്കാരി ഭിക്കാരി ഭിക്കാരിയും കൂടെ കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു. अरे ओ मीनू, आ गया तुम्हारा मास्टर जी. हेलो मास्टर जी, मैं आपको इंतजार कर रहा हूँ. आइए आइए आइए, इधर बैठना. इधर. ബൈട്ടോന്? അതെന്തോന്ന് ബൈട്ടോനൊക്കെ ഇപ്പൊ സമയമില്ല. എന്നാ അറിയാവുന്ന ഭാഷ പറയാം. ഇങ്ങോട്ടിരിക്കാം. മേലെ പെയിന്റിങ് നടക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇവിടാണ്. മീനു, ഉള്ളത് പറയണമല്ലോ. എന്റെ മോക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഐ ആം വെരി മച്ച് ഹാപ്പി. കഴിവുകളെ ഞാൻ എന്നും ബഹുമാനിക്കും. ബഹുമാനിച്ചോ? ബഹുമാനിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എന്നോടുള്ള പരിഭവം തീർന്നില്ലേ? ആർക്കാ അച്ഛാ പരിഭവം? ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതല്ലേ. ഞാനൊരു തമാശയും പറഞ്ഞില്ല. അത് വേറൊരു തമാശ. മോളെ, നിന്റെ ഹിന്ദി ടീച്ചർ വരാമെന്ന് പറഞ്ഞിരുന്നത് ഇന്നല്ലേ? കാണുന്നില്ലല്ലോ. ഏത് ഹിന്ദി ടീച്ചർ? വേറൊരു ഹിന്ദി ടീച്ചർ ഇവിടെ എന്തിനാ വരുന്നത്? കോളേജിൽ എനിക്ക് ഹിന്ദി എടുക്കുന്ന ടീച്ചറാ. എന്റെ 2 ഹിന്ദി ടീച്ചേഴ്സിനും ഇന്നിവിടെ പാർട്ടി ഏർപ്പാട് ചെയ്തിരിക്കുക. പാർട്ടിയോ? പാർട്ടിയൊന്നും എനിക്ക് വേണ്ട. പാർട്ടി ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ടേ? മാസ്റ്റർ ഏതായാലും വരുമെന്ന് അറിയാവുന്നതുകൊണ്ട്. സോറി മീനു, പാർട്ടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഐ എം റിയലി സോറി. എന്തോന്നാ കുഴിച്ചിട്ടത്? അമ്മാവനെ കണ്ടപ്പോഴാ ഒരു കാര്യം ഓർത്തു. ആഹാരം കഴിച്ചിട്ട് നമുക്ക് ഡോങ്കി കളിക്കാം. ഡോങ്കിയോ? അതെന്തോന്ന്? അതായത് അതായത് ഇവളുടെ ടീച്ചർ ഹിന്ദിയിൽ ഒരു വാക്ക് പറയും, മാസ്റ്റർ മലയാളത്തിൽ അതിനർത്ഥം പറയണം. പറഞ്ഞില്ലെങ്കിൽ ഡോങ്കിയുടെ ആദ്യത്തെ അക്ഷരമായ ഡി കിട്ടും. പറഞ്ഞില്ലെങ്കിൽ എനിക്കും കിട്ടും, ഇവക്കും കിട്ടും, ടീച്ചർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഭയങ്കര രസമുള്ള കളി. എന്തു പറ്റി? കയറി നിന്നോളൂ മോളെ. എല്ലാം തയ്യാറായി. നിന്റെ ഹിന്ദി ടീച്ചർ എവിടെ? ഇനി പപ്പടം കാഴ്ച മാത്രം മതി. എന്റെ വയറിന് തീരെ സുഖമില്ല. ഞാൻ പുറത്തു പോയി കുറച്ച് മരുന്ന് കഴിച്ചേച്ച് വരാം. മരിച്ചു കഴിഞ്ഞിട്ട് വരാമെന്ന്? തൊലച്ചു. തുളച്ചെങ്കിൽ
പെരിച്ചാഴിയായിരിക്കും. അച്ഛനൊന്നും മിണ്ടായിരിക്കും. സാറ് വെളിയിൽ പോയി മരുന്ന് വാങ്ങിക്കണ്ട. വയറ്റിന് എന്താ അസുഖം? അസുഖം കുളിച്ചു തിരട്ടുന്നുണ്ടോ? അതല്ല, എരിച്ചിലെടുക്കുന്നുണ്ടോ? ഇത് വേറൊരു തരം വെപ്രാളമായിരിക്കും. വെപ്രാളം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടോ? മോളെ ടിക്കറ്റ് വരുന്നുണ്ടോ നോക്ക്. ചെല്ലേ. അയ്യോ, ഇതൊരു തരം വയറിളക്കമാണേ. അയ്യോ, ഇത്രേ ഉള്ളോ? നല്ല ഒന്നാം തരം ചുക്ക് കഷായം ഇട്ട് തരാം. വയറ്റിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും അപ്പ മാറും. അച്ഛാ, അച്ഛൻ വന്ന് ഊണ് കഴിച്ചാട്ടെ. ഇവരൊക്കെ കഴിയുമ്പോ ഒരുപാട് നേരം. എനിക്ക് പോണോ? ഈ നിലയിൽ വെളിയിൽ പോയാലേ വല്ല നാണക്കേടും ഉണ്ടാവും. അവിടെ ഇരുന്നാട്ടെ, ഞാൻ ഇപ്പൊ വരാം. അയ്യോ, അയ്യോ, ടീച്ചറായിരിക്കും. അയ്യോ അമ്മേ, അയ്യോ. വരൂ ടീച്ചർ. ഇത് മാസ്റ്റർ. അയ്യോ, ഹലോ ടീച്ചർ, ഐ ആം ഭക്ത ഖന്ന. ഞാൻ വത്സല. ഇരിക്കൂ ടീച്ചർ. മീനു, അച്ഛനെവിടെ? ചെന്ന് വിളിക്കൂ. ടീച്ചർ വന്നിട്ടുണ്ടെന്ന് പറയൂ. നമുക്ക് ഡോങ്കി കളിക്കാൻ ചെല്ലു. ഡോങ്കിയോ? അത് ഹിന്ദി വാക്കുകളുടെ അർത്ഥം ചോദിച്ച് വെറുതെ തമാശക്ക് ഡോങ്കി കളിക്കാം എന്ന് പുള്ളി പറഞ്ഞിരുന്നു. കാണുന്നില്ലല്ലോ മോളെ. ആരാ അച്ഛാ? ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് വരുന്നു. എന്റെ കൂടെ സർവീസിൽ ഉണ്ടായിരുന്ന ആളാ. വളരെ പ്രസിദ്ധനായ ഒരു കണ്ണു ഡോക്ടർ. മീനു, ഇപ്പൊ സമയം എന്തിനാ എന്തിനാ? എനിക്ക് അത്യാവശ്യമായി പുറത്തു പോകണമായിരുന്നു. ഞാൻ മറന്നുപോയി, ഇപ്പോഴോർത്തത്. മീനു, എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? ഇന്നെങ്ങും പോണ്ട. ഡോക്ടർ വരുന്ന ദിവസമായിട്ട്. അതെ, ഹീസ് വെരി ബിസി. ഇന്ന് അരമണിക്കൂറൂടെ തങ്ങാമെന്ന് പറഞ്ഞത് നിന്റെ ഭാഗ്യമാണെന്ന് കരുതിക്കോ. അല്ല, അടുത്ത മാസം എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ എന്റെ അമ്മാവൻ ടിക്കറ്റ് ഒരു ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ പോയിട്ട് വേണം വിശദമായ ഒരു പരിശോധന നടത്താൻ. നമുക്കിറങ്ങാം. അമേരിക്കയിലോ റഷ്യയിലോ എവിടെ വേണേ പൊക്കോ. പക്ഷെ അതിനു മുമ്പ് അറിയാവുന്ന ഒരാളെ കൊണ്ട് പരിശോധിപ്പിക്കുന്നുണ്ടെന്നാ കുഴപ്പം. അല്ല, കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷേ അമേരിക്ക പോകുന്നതിന് മുമ്പ് മറ്റാരെ കൊണ്ടും ചികിത്സിപ്പിക്കില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തു. എന്താ മോളെ, കണ്ണിനേക്കാ വലുതല്ലോ വാക്ക്. നമ്മൾ ചികിത്സിക്കുന്നില്ലല്ലോ, പരിശോധിപ്പിക്കുന്നില്ലേ ഉള്ളൂ. അച്ഛൻ പറയുന്ന അനുസരിക്കും ഗോവിന്ദ്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. അനുസരിച്ചാ ഞാൻ ബെറ്റി തോറ്റു പോകുമീനു. എന്ത് ബെറ്റ്? അല്ല, അത് അമ്മാവനുമായി ഞാനൊരു ബെറ്റ് വെച്ചിട്ടുണ്ട്. അമേരിക്ക പോകുന്നതിന് മുമ്പ് വേറെ ഒരു ഡോക്ടറെ ഞാൻ എന്റെ കണ്ണ് കാണിക്കില്ലെന്ന്. ബെറ്റിൽ അങ്ങനൊരു നിയമം ഉള്ളതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. വന്നു കാലൻ. എന്താണ് വിളിച്ചു വിളിക്കുന്നത്? ഐ എം ഡോക്ടർ മേജർ മാത്യൂസ്. ഒറ്റടി വെച്ചിരും. പണ്ട് നമ്മൾ ചെറുപ്പത്തിലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തെ പാച്ചപ്പിള്ളയുടെ കടയുടെ മുമ്പിൽ വെച്ചിട്ട് ബെറ്റ് വെച്ച കാര്യം നീ ഇപ്പോഴും മറന്നില്ലല്ലേ? ഒറ്റടി വെച്ചില്ലടാ. അത്ര വിൽപ്പുറമുള്ള എനിക്ക്. നീ ഒരക്ഷരം പറയേണ്ട ആവശ്യമില്ല. പിന്നെ നിന്റെ പഴംപുരാണം കേട്ട് നിൽക്കാനുള്ള സമയം എനിക്കില്ല. നിന്റെ രോഗിയെ കാണാൻ അവനെ പരിശോധിക്കുക. കണ്ടതിന് ശേഷം മരുന്ന് കൊടുത്തിട്ട് ഉടനെ ഞാൻ സ്ഥലം വിടും. മനസ്സിലായില്ലേ? നീ ഒന്നും പറയണ്ടടാ. അടുത്ത മാസം ഞാൻ ഇവിടെ വന്നാ നമുക്ക് സ്റ്റൈലായിട്ടൊന്ന് കൂടിക്കളയാം. മനസ്സിലായില്ലേ? നീ ഒരു അക്ഷരം പറയണ്ട. നീ പറയാൻ പോണ കാര്യം എന്താന്നുള്ളത് എനിക്കറിയാം. മനസ്സിലായി? നിന്റെ രോഗിയോടെ അത് മനസ്സിലായി. ഒന്നും പറയണ്ട, ഒരു അക്ഷരം പറ. അല്ല, ഇതാണോ ആള്? നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ അല്ല മേജറെ? ആളെ കണ്ടപ്പോ എനിക്കൊരു സംശയം. രോഗം ചികിത്സിച്ച് ഭേദമാക്കി മരുമകനാക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ആട്ടെ, രോഗി ഒന്ന് കിടന്നാട്ടെ, ഒരു അരക്കൈ നോക്കാം. അതല്ലേ കുഴപ്പം. ഗോവിന്ദ് ആരെ കൊണ്ട് പരിശോധിപ്പിക്കാൻ സമ്മതിക്കില്ല. ബെറ്റ് വെച്ചിട്ടുണ്ടത്രേ. ബെറ്റോ? ബെറ്റ് വെക്കുകയാണെങ്കിൽ അത് ഇവനായിട്ടായിരിക്കും. ഇവര് ചെറുപ്പത്തിലേ ഉള്ളൊരു അസുഖ. അനങ്ങ ബെറ്റ് വെക്കുക, ബെറ്റ് വെക്കുക. അച്ഛനുമായിട്ടല്ല. പിന്നെ ആരായിട്ടാ? അതൊക്കെ ഡോക്ടറോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഏതായാലും ഇവിടെ വരെ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന സ്ഥിതിക്ക് ഒന്ന് പരിശോധിപ്പിച്ചാൽ എന്തെന്ന് എനിക്കും തോന്നുന്നു. അങ്ങനെ ഇപ്പൊ പരിശോധിപ്പിക്കണ്ട. ബെറ്റ് വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ അമ്മാവനുമായിട്ട്? അഭിമാനമുള്ളവരാരും ബെറ്റിൽ പറഞ്ഞ നിയമങ്ങൾ തെറ്റിക്കാറില്ല. സാറ് തന്നെയല്ലേ മുമ്പേ പറഞ്ഞത് വാക്കിനേക്കാൾ വലുത് കണ്ണാണെന്ന്?
ഞാൻ മൂത്തവരെ ധിക്കരിക്കാറില്ല. ഡോക്ടർ, എന്തോ ഞാൻ എവിടെയാ കിടക്കേണ്ടത്? എവിടെ വേണമെങ്കിൽ കിടക്കാം. ഇത് അവിടെ കിടക്ക, ഇതും കിടക്ക, താഴെ കിടക്ക, തറ കിടക്ക, ചേറിൽ കിടക്ക, നിക്ക, എന്ത് വേണം ചെയ്യാം. രോഗിയുടെ സൗകര്യമാണ് എന്റെ സൗകര്യം. എന്താ 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 അവിടെ ഒരു ബഹളം? യെസ് യെസ്, ഐ എം ഡോക്ടർ മേജർ മാത്യൂസ്. ഞാനും കൂടുതലൊന്നും പറയണ്ട, അറിയാം. എന്ത് ഡോക്ടറാ? ഡാക്ടറോ? മൃഗഡാക്ടർ ആണെങ്കിൽ നമ്മുടെ പാഞ്ചാലി പശുവിനെ ഒന്ന് കാണിക്കാം. 4-5 ദിവസമായി കിടന്ന് രാപ്പകയില്ലാതെ അമറുക. കാരണം ഞാൻ വെറും മൃഗങ്ങളെ ചികിത്സിക്കാറില്ല. സപ്പോസ് മനുഷ്യരിൽ തന്നെ ചില മൃഗങ്ങളുണ്ട്, അതിനെ ഞാൻ ചികിത്സിക്കാറ്. അപ്പൊ പശു അയച്ചേട്ടൻ പറയട്ടെ സരസ്വതി. മിണ്ടായിരിക്കണം അച്ഛാ. എന്തിന്റെ ഡോക്ടറാന്ന് പറഞ്ഞു? കണ്ണ്, മൂക്ക്, വായ, തൊക്ക്. ഈ കാല് നോക്കൂലേ? അതിനകത്തൊരു ജീവിതമുണ്ടോ? അയ്യോ, എന്റെ അച്ഛന്റെ കാല് ശരി, 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 ഇരിക്കണം. ഡോക്ടർ കാല് നോക്കാൻ ഇരിക്കണം. ഒന്ന് നോക്കി ടോർച്ച് ഉണ്ടോ? വേണ്ട. ഇതിനകത്ത് ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, എന്ത് ചെയ്യും ഡോക്ടർ? ഒരൊറ്റ വഴിയുള്ള ഒരു മൈക്ക് സെറ്റ് വാങ്ങിട്ട് ഇവിടെ കെട്ടി തൂക്ക. അനസ്റ്റ് ഡാക്ടർ പോകുമ്പോഴേ ആ ഞെക്കുകളൊക്കെ എനിക്കൊന്ന് തന്നേച്ചു പോണം. രാത്രി പറമ്പിൽ മൂത്രമൊഴിക്കാൻ ഇറങ്ങുമ്പോ ഒന്ന് വെട്ടം കാണാനാ. ഭയപ്പെടാനൊന്നുമില്ല. ഒരു മൈനർ ഓപ്പറേഷൻ കൊണ്ട് പഴയ കാഴ്ച തിരിച്ചു വിട്ടു. പക്ഷെ ഒന്ന് പുറത്ത് പോയിട്ടൊന്ന് വിശുദ്ധായിട്ടൊന്ന് പരിശോധിക്കണം. എഴുന്നേൽക്കൂ. ഞാൻ വേറൊരു ഡോക്ടറെ വരാം. ഞാൻ വേറൊരു ഡോക്ടർ. താൻ വരുന്നുണ്ട് എന്റെ കൂടെ? ഇല്ല, സൗകര്യമായിട്ട് കണ്ടോളാം. എന്നാ ഈ പെട്ടിയെടുത്ത് കാറിൽ നോക്കി. വേണ്ട, ഞാൻ വെച്ചോളാം. നടക്കൂ, നടക്കൂ, നടക്കൂ. ഹിന്ദി മാഷല്ലയോ? അതെ. ഇവിടെ ഹിന്ദി പഠിക്കാൻ വരുന്ന ഒരുത്തല്ലയോ ഭക്തവത്സലൻ? അവന്റെ കാലിന് നീരായിട്ട് കിടക്കുക. മാഷ് ഉടനെ മേജർ നായരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വീടറിയാലോ? മേജർ നായരുടെ മകന്റെ കാര്യമല്ലയോ നിങ്ങൾ പറയുന്നത്? മകനോ? മാൻ തന്നെ, മാൻ തന്നെ. ഇപ്പൊ വന്നാ വളരെ സൗകര്യമായിരിക്കും. അയാൾക്ക് എന്താ പറ്റി? അവിടെ വരുമ്പോ അറിയാലോ. ഞാൻ ഉടനെ വന്നേക്കാം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. ഉടനെ വരണേ, എക്സാം ഉള്ളോ. എടാ മകനെ, അവന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ലല്ലോ. അവനെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ കള്ളൻ. നിങ്ങൾക്കങ്ങനെ തോന്നിട്ട് എന്താ എന്നോട് പറയാത്തത്? നീ ഏർപ്പെടുത്തിയ ഒരാളെ പറ്റി ഞാനാണ് അഭിപ്രായം പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതഭിപ്രായമാണ് സാർ സ്വീകരിച്ചിട്ടുള്ളത്? അയാളാണ് ആ കൃത്യനിഷ്ഠക്കാരൻ. കൃത്യസമയത്തിന് വരും. മാസ്റ്റർ അകത്തോട്ട് എങ്ങനെ വിളിച്ചിരുന്നട്ടെ. ആ കാട്ടുകളിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. ഞാനും മാറി നിൽക്കാം, എന്നെ വെറുതെ സംശയിക്കണ്ട. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അവന്റെ അടുത്ത് പെറ്റു വെച്ചിട്ടുണ്ടോ? എന്തോന്ന് പറ്റ്? ഞാൻ അവനെ ആദ്യം കാണുന്നതാണ് ഇവിടെ വെച്ച. മാഷ നമസ്തേ മാസ്റ്റർ ജി, ആയിയേ ബൈഠിയേ. എനിക്ക് നല്ല സുഖമില്ല. ഇന്ന് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതോ അവിടെ ചെന്നപ്പോ ആളെ കണ്ടില്ലേ? ആരെ? അത് പോട്ടെ. സാറിന്റെ വല്യച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? വല്യച്ഛൻ? ആ ഉത്തർപ്രദേശുകാരൻ വല്യച്ഛൻ. ഓ, ഉത്തർപ്രദേശ് വല്യച്ഛൻ. അദ്ദേഹം മരിച്ചുപോയല്ലോ. അമ്മാവൻ അമ്മാവൻ. അദ്ദേഹത്തെ കണ്ടിട്ട് ഒത്തിരി നാളായി. സാറിന്റെ വീട്ടിൽ ആർക്കോ സ്മോൾ പോക്സ് ആണെന്നോ ചാവാൻ കിടക്കുന്നെന്നോ? സ്മോൾ പോക്സ് ഇല്ല. സത്യം പറ, താൻ ആരാ? എന്തുദ്ദേശിച്ച ഈ വേഷം കെട്ടിവിടെ വന്നത്? മേഡം, എന്ത് പറ്റി? ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ പോലീസ് പിടിച്ചു കൊടുക്കും. മേഡം, അതിന് ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നതല്ലല്ലോ. ഇവിടെ പഠിപ്പിക്കാൻ വന്ന മാസ്റ്ററിനെ വിളിച്ചോണ്ട് പോയി നീ പഠിച്ചിട്ട് അത് ഇവിടെ വന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാ ഞാൻ ചോദിക്കുന്നത്. ആര് പറഞ്ഞു? ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. മുझे ജീനേ ദോ. മുझे ജീനേ ദോ. നീ മേഘന്റെ മോനാണെന്ന് പറഞ്ഞില്ലടാ. എനിക്ക് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞില്ലടാ. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതായി ഏത് തെണ്ടിയാണ് മേഡത്തോട് പറഞ്ഞത്? ഞാൻ തന്നെ ആ തെണ്ടി. അടിച്ച് നിന്റെ കരണക്കുറ്റിയും പൊട്ടിച്ചളയും. തന്നെ ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലേ? തന്നെ ഞാൻ പുറത്ത് വെച്ച് കണ്ടോളാം. അന്ന് നിന്റെ ജാവമായിരിക്കും. കൊല്ലും ഞാൻ. ആരെ കൊല്ലണ നീ? എന്റെ സ്റ്റുഡന്റിന്റെ മുമ്പ് വെച്ച് എന്നെ അവമാനിക്കല്ലേ മേഡം? അയ്യോ മേഡം. ഇനി ഈ റോഡ് നിന്നെ കണ്ടുപോരുത്. ഭഗവാനെ, ഇങ്ങനെ ഒരു കള്ളന്മാര്. ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം? വീട്ടിലുള്ള ആണുങ്ങളോട് ആലോചിക്കാതെ ഓരോരോ തോന്നിവാസങ്ങൾ കാണിച്ചാല് നാട്ടിലുള്ള കള്ളന്മാർ കയറി വീട് ഭരിക്കും. മനസ്സിലായോ? അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി. ആ, ഇനി അതും പറഞ്ഞിട്ട് കൈ ഭരിക്കാൻ വരരുത്, പറഞ്ഞേക്കാം.